എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വോയിസ് കേൾക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഈ വീഡിയോയിലൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് തലശ്ശേരി അതിരൂപതയിൽ ഏതെങ്കിലും ക്രൈസ്തവ കുടുംബത്തിലെ ആരെങ്കിലും മരണപ്പെട്ടു പോയെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാർ ഈ ബിഷപ്പുമാരെയൊക്കെ കൊണ്ടുവരാറുണ്ട്. ചർമ്മപ്രസംഗം നടത്താൻ വേണ്ടിയും അനുശോചനം അറിയിക്കാൻ വേണ്ടി രേഖപ്പെടുത്താൻ വേണ്ടിയൊക്കെ ചില ബിഷപ്പുമാരെ കൊണ്ടുവരാറുണ്ട്. അത് സ്വാഭാവികമായിട്ട് ചെയ്യും. പണമുള്ളവരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അവരുടെ അവരൊരു പത്രോസ് വെടുത്തി കാണിക്കാൻ വേണ്ടി, അല്ല ഞാൻ വലിയ ആളാന്നുള്ള ഒരു സമൂഹത്തിൽ ഞാൻ വലിയൊരു മാന്യനെന്നറിയാൻ വേണ്ടി ചിലരൊക്കെ അങ്ങനെ ചെയ്യും. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു വരുന്നത്, ഞാൻ ഈ മാസം ആണെന്ന് തോന്നുന്നു, അതെ ഈ മാസം അല്ല കഴിഞ്ഞ മാസമാണ്, ഞങ്ങളുടെ ഇടവക ദേവാലയത്തിൽ ഒരു വ്യക്തി മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതസംസ്കാരത്തിന് ഞാൻ പങ്കെടുക്കാൻ പോയി. അപ്പോൾ ഞങ്ങളുടെ ഈ അതിരൂപതയിൽപ്പെട്ട ഒരു ബിഷപ്പിന്, അദ്ദേഹം ഇപ്പം റിട്ടയർഡായി പിന്നെ സ്വർഗത്തിലേക്ക് പോകേണ്ട അവസ്ഥയിൽ, ആ ഒരു അവസ്ഥയിൽ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എനിക്കറിയില്ല. എന്തായിരുന്നാലും ആ വ്യക്തിയെ ചർമ്മപ്രസംഗത്തിനും അനുശോചനം രേഖപ്പെടുത്താൻ വേണ്ടി ഇവർ കൊണ്ടുവന്നു. അത് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദേവാലയത്തിൽ ഇദ്ദേഹം അനുശോചന പ്രസംഗം നടത്താൻ വരുന്നു. എൻ്റെ ദൈവമേ, ഇദ്ദേഹം അനുശോചന പ്രസംഗം നടത്താൻ തുടങ്ങിയിട്ട് സത്യം പറഞ്ഞ് ഇയാൾ അനുശോചന പ്രസംഗത്തിനല്ല വന്നത്. ഇയാൾ സഭയെപ്പറ്റി, യേശു ക്രിസ്തുവിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, വാതൊരാതെ. മിനിറ്റുകളായി, മണിക്കൂറുകളായി, പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എല്ലാവരും മടുത്തു. ചിലർക്ക് വിശക്കാൻ തുടങ്ങി, ചിലർക്ക് മൂത്രമൊഴിക്കാൻ തുടങ്ങി, ചിലർക്ക് ബാത്റൂമിൽ പോകണം. എന്തിന് പറഞ്ഞ് ഇയാളൊന്ന് നിർത്തണ്ടേ? ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പണ്ട് ജീസസ് ക്രൈസ്റ്റിനെ പറ്റി ഇയാളിങ്ങനെ വാതൊരാതെ പറഞ്ഞുകൊണ്ടിരിക്കുക. ചർമ്മപ്രസംഗത്തിന് വന്ന ഈ ബിഷപ്പിൻ്റെ പേരാണ് മാർ ജോർജ് വലിയമറ്റം. അപ്പം ഞാൻ ഈ വീഡിയോ കേൾക്കുന്നവരോടെല്ലാവരോടും പറയാണ്, ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ ഒരാളെ ചർമ്മപ്രസംഗത്തിന് കൊണ്ടുവരരുത്. കാരണം നിങ്ങൾക്ക് ഒരു അനുശോചനം രേഖപ്പെടുത്തുക എന്നുള്ളതും ഒരു ബിഷപ്പിൻ്റെ ഒരു കടമയാണ്. അത് കഴിഞ്ഞ് ഇതിങ്ങനെ ദീർഘമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ ദയവ് ചെയ്ത് നിങ്ങൾ ചർമ്മപ്രസംഗത്തിൽ കൊണ്ടുവരാതിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ അടിയായിരിക്കും. കാരണം ഇത്